നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേന്ദ്ര പദ്ധതികൾ കേരളം പേരുമാറ്റി നടപ്പിലാക്കുന്നുവെന്ന് NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ. കേന്ദ്രത്തിന്റെ പദ്ധതികൾ പലതും ജനങ്ങൾ അറിയുന്നില്ല. അത് കൃത്യമായി പറഞ്ഞു നൽകേണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിന് ശ്രമിക്കാറില്ലെന്നും സംഗീത വിശ്വനാഥൻ. വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ പരമാവധി ഇടങ്ങളിൽ പര്യടനം നടത്തി വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിൽ ഇടുക്കിയിലെ സ്ഥാനാർത്ഥികൾ. പ്രധാന നേതാക്കൾ പങ്കെടുക്കുന്ന പൊതുയോഗങ്ങളും റോഡ് ഷോകളും എല്ലാം കൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ ഉഷാറിൽ. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും എത്തിയ 10,000-കണക്കിന് ഭക്തരുടെയും സഞ്ചാരികളുടെയും സാന്നിധ്യത്തിൽ ചരിത്ര പ്രസിദ്ധമായ മംഗളാദേവി ക്ഷേത്രത്തിലെ ചിത്രാപൗർണമി ഉത്സവം ആഘോഷിച്ചു. പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന കണ്ണകി ക്ഷേത്രത്തിലെ ഉത്സവം നടത്തിയത് കേരളവും തമിഴ്നാടും സംയുക്തമായി. ജപ്തി നടപടികൾക്കിടെ വീട്ടമ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ബാങ്കിനും പോലീസിനുമെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം. നടപടിക്ക് നേതൃത്വം നൽകിയ ബാങ്ക് ജീവനക്കാരി ഷീബയെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചെന്ന് ആരോപണം. പൊള്ളലേറ്റ ഷീബയെ രക്ഷിക്കാൻ പോലീസിന്റെ സഹായം ലഭിച്ചില്ലെന്നും കുടുംബം. വിശദമായ വാർത്തകൾ. കേന്ദ്ര പദ്ധതികൾ കേരളം പേരുമാറ്റി നടപ്പിലാക്കുന്നുവെന്ന് NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ. കേന്ദ്രത്തിന്റെ പദ്ധതികൾ പലതും ജനങ്ങൾ അറിയുന്നില്ല. അത് കൃത്യമായി പറഞ്ഞു നൽകേണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിന് ശ്രമിക്കാറില്ലെന്നും സംഗീത വിശ്വനാഥൻ പറഞ്ഞു. താൻ ജയിച്ചാൽ ഇടുക്കിയിലെ വന്യജീവി ആക്രമണത്തിന് പരിഹാരം കാണുന്നതിനായിരിക്കും പ്രഥമ പരിഗണന നൽകുന്നതെന്നും HCN സ്ഥാനാർത്ഥിക്കൊപ്പം പരിപാടിയിൽ സംഗീത വിശ്വനാഥൻ പറഞ്ഞു. അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം 1 മണിക്കും 2 മണിക്കും സംപ്രേഷണം ചെയ്യുന്നതാണ്. ഞങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. പിന്നെ റോഡുകൾ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വികസിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് സഡക് യോജന പോലെയുള്ള പദ്ധതികൾ പ്രകാരം ഇൻറ്റീരിയർ ഗ്രാമങ്ങളിലൊക്കെയുള്ള റോഡുകളൊക്കെ വളരെയധികം വികസിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ചില പദ്ധതികളൊക്കെ പാതി വഴിയിലുണ്ട്. അത് കാരണം വിനിയോഗിക്കാൻ കേന്ദ്ര ഫണ്ട് വിനിയോഗിക്കുമ്പോഴുള്ള വിമുഖത നമ്മുടെ സർക്കാരിനുണ്ട്. അതുകൊണ്ടുള്ള ഒരു വിമുഖതയുണ്ട്. ഒരുപാട് ഫണ്ട് ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് ആയിരുന്നല്ലോ മുന്നത്തെ MP. അപ്പോൾ ആ MPയുടെ ഫണ്ട് മുഴുവനും ഇവിടെ വിനിയോഗിച്ചിട്ടില്ല എന്നുള്ളത് റിപ്പോർട്ടുകളുണ്ട്. 25 കോടി രൂപയാണ് ഒരു MP-ക്ക് ഫണ്ടുള്ളത്. പക്ഷെ അത് പാഴാക്കി കളഞ്ഞു. വെറും 5 കോടി മാത്രം ഉപയോഗിച്ചു എന്നുള്ളത്. അതും കൃത്യമായി കണക്കുകൾ കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതുകൊണ്ട് ഫണ്ട് പാഴാക്കി കളയുന്നത് തന്നെ ഒരു ജനപ്രതിനിധിക്ക് ചേർന്നതല്ല എന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ നിയമം നിലനിൽക്കുന്നുണ്ട്. 96-ന് മുന്നുള്ള ആളുകൾക്ക് പട്ടയം കൊടുക്കണം എന്നൊക്കെ നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ടും ജനങ്ങളെ ആശങ്കയിലെടുക്കും. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ നിയമം. ആ നിയമം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിയമം തന്നെ അവർക്ക് വേണ്ടി അനുകൂലമായിട്ടുള്ളൊരു നിലപാടെടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത്. വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ പരമാവധി ഇടങ്ങളിൽ പര്യടനം നടത്തി വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് ഇടുക്കിയിലെ സ്ഥാനാർത്ഥികൾ. പ്രധാന നേതാക്കൾ പങ്കെടുക്കുന്ന പൊതുയോഗങ്ങളും റോഡ് ഷോകളും എല്ലാം കൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ ഉഷാറിലാണ്. ഇടുക്കി, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന പാർലമെന്റ് മണ്ഡലം. ഒരു തവണയെങ്കിലും ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ മുഴുവൻ ഓടിയെത്താൻ ദിവസങ്ങളെടുക്കും. ഇത്തവണ പ്രചാരണത്തിന് കൂടുതൽ ദിവസങ്ങൾ കിട്ടിയതിനാൽ സ്ഥാനാർത്ഥികൾക്ക് കൂടുതൽ തവണ ഓരോ മേഖലകളിലും എത്താനായി. കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തന നേട്ടങ്ങൾ ആവർത്തിച്ചു പറഞ്ഞാണ് UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ വോട്ട് അഭ്യർത്ഥന. ഇനിയും വിജയിച്ച ആ ഒരു തരത്തിൽ തന്നെ അതിനേക്കാൾ ഭംഗിയായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഏതൊരാൾക്കും ഞാൻ സമീപസ്ഥനായിരിക്കും. ഈ നാടിന്റെ ഒരടുത്ത ബന്ധുവായി എപ്പോഴും ഞാൻ ഉണ്ടായിരിക്കും എന്ന് സൂചിപ്പിക്കട്ടെ. നമ്മുടെ ആദിവാസി സഹോദരന്മാർ ഉൾപ്പെടെ തോട്ടം തൊഴിലാളികളും ഒക്കെ അധിവസിക്കുന്ന ഈ മേഖലയിൽ കർഷകർ ഒക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പറഞ്ഞറിയിക്കാത്ത തരത്തിലാണ്. ദീർഘനേരമായി ഇവിടെ മീറ്റിംഗ് നേതാക്കന്മാർ പ്രസംഗിക്കുകയായിരുന്നു. അതുകൊണ്ട് ആ വിഷയങ്ങളിലേക്കൊന്നും ഞാൻ തിരിച്ചു പോകുന്നില്ല. നമ്മുടെ നാട് അതീവ ഗുരുതരമായ പ്രതിസന്ധിയിലാണ്. ഇവിടെ ജനങ്ങളെ സഹായിക്കാൻ ഒരു ഗവൺമെന്റിന്റെ സാന്നിധ്യവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ. ഈ ഗവൺമെന്റ്, ഇടതുപക്ഷ ഗവൺമെന്റ്, കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെന്റ്, 2 ഗവൺമെന്റുകളും സാധാരണക്കാരെ മറന്നിരിക്കുന്നു, പാവപ്പെട്ടവരെ മറന്നിരിക്കുന്നു, തൊഴിലാളികളെ മറന്നിരിക്കുന്നു, കർഷകരെ മറന്നിരിക്കുന്നു. കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങളാണ് LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് വോട്ടർമാരോട് ആവർത്തിച്ചു പറയുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയും ഭരണഘടനാ തത്വങ്ങളെയും ഭരണഘടനാ ധാർമ്മികതയും എല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് ഭരണഘടനയെ തന്നെ ഇല്ലാതാക്കുന്ന
നിലപാടുകളുമായിട്ടാണ് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. രാജ്യത്തെ ദളിതരും രാജ്യത്തെ ന്യൂനപക്ഷങ്ങളും രാജ്യത്തെ പിന്നോക്ക ജനവിഭാഗങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ വേർതിരിച്ചു നിർത്തപ്പെടുകയും അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയും പാർശ്വവൽക്കരിക്കപ്പെടുകയും അവരുടെ കിടപ്പാടങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ദുരവസ്ഥയും രാജ്യത്തുണ്ട്. മറ്റൊട്ടനവധി പ്രതിസന്ധികൾ ഇതിനോട് ചേർന്ന് വെച്ചിട്ടുണ്ട്. ഈ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൃത്യതയോടുകൂടി ആശയ ദൃഢതയിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള നിലപാടുകൾ പാർലമെന്റിനകത്ത് സ്വീകരിക്കേണ്ടതുണ്ട്. പാർലമെന്റിന് പുറത്തും മറ്റെല്ലാ ഇടങ്ങളിലും നമ്മൾ പ്രതിരോധം തീർക്കേണ്ടതുണ്ട്. അതിന് ഇന്ത്യയിൽ ആശയപരമായി സാധിക്കുന്നത് ഇടതുപക്ഷത്തിനാണ്. ആ ഇടതുപക്ഷത്തിന്റെ പ്രാതിനിധ്യം പാർലമെന്റിൽ ഉണ്ടായേ പറ്റൂ. വൈകിയാണ് എത്തിയതെങ്കിലും NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥനും മറ്റു മുന്നണി സ്ഥാനാർത്ഥികൾക്കൊപ്പം ഓടിയെത്തിക്കഴിഞ്ഞു. എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഏകദേശം 3500 കോടിയോളം രൂപ ഇവിടെ ഇടുക്കിയിലേക്ക് തന്നെ നടപ്പിലാക്കി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടുത്തെ റോഡുകൾ, ഗ്രാമീണ റോഡുകൾ ഒക്കെ വികസിക്കാനായിട്ടുണ്ടായ കാരണം അത് തന്നെയാണ്. പക്ഷെ പല പദ്ധതികളും ഇവിടേക്ക് എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അതെല്ലാം ഭരണമില്ലാത്തത് കൊണ്ട് തന്നെ കൃത്യമായി വിനിയോഗിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം. പ്രചരണത്തിന്റെ അവസാന ലാപ്പിലേക്കുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. ഈ ഓട്ടം പൂർത്തിയാക്കി വേണം പ്രചരണത്തിന് കൊട്ടിക്കലാശം നടത്താൻ. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും എത്തിയ 10,000-കണക്കിന് ഭക്തരുടെയും സഞ്ചാരികളുടെയും സാന്നിധ്യത്തിൽ ചരിത്രപ്രസിദ്ധമായ മംഗളാദേവി ക്ഷേത്രത്തിൽ ചിത്ര പൗർണമി ഉത്സവം ആഘോഷിച്ചു. പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന കണ്ണകി ക്ഷേത്രമാണ് മംഗളാദേവി. ചൈത്രമാസത്തിലെ ചിത്തിരനാളിലെ പൗർണമി അഥവാ ചിത്ര പൗർണമി നാളിൽ മാത്രം ഭക്തർക്ക് പ്രവേശനമുള്ള ഈ ക്ഷേത്രത്തിലെ ഉത്സവം കേരളവും തമിഴ്നാടും സംയുക്തമായാണ് നടത്തിയത്. 1000-ലധികം വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിലെ ഉത്സവനാളിൽ ഒരേ സമയം കേരളം, തമിഴ്നാട് ശൈലികളിലെ പൂജകൾ നടന്നു. അടുത്തടുത്ത 2 ശ്രീകോവിലുകളിലും മംഗളാദേവി പ്രതിഷ്ഠയാണുള്ളത്. ഇരു കോവിലുകളിലും വെളുപ്പിനെ 5 മണിയോടെ നട തുറന്ന ആചാര ചടങ്ങുകൾ ആരംഭിച്ചു. ആദ്യ ശ്രീകോവിലിലും ഉപദേവത പ്രതിഷ്ഠകളായ ഗണപതി, ശിവപാർവതി സങ്കല്പത്തിലുള്ള പെരുമാൾ കോവിലുകളിലും കേരള രീതിയിലുള്ള പൂജകളാണ് നടത്തിയത്. വള്ളിയൻകാവ് മേൽശാന്തിയായ വാസുദേവൻ നമ്പൂതിരി പൂജകൾക്ക് നേതൃത്വം നൽകി. അഭിഷേക അലങ്കാര പൂജകളോടെ ആരംഭിച്ച ക്ഷേത്ര ചടങ്ങുകളിൽ ഗണപതി ഹോമം, പ്രസന്ന പൂജ, ഉച്ചപൂജ എന്നിവ നടന്നു. തൊട്ടടുത്തുള്ള ശ്രീകോവിലിൽ തമിഴ്നാട് രീതിയിലുള്ള പൂജാവിധികളാണ് നടത്തിയത്. ഈ ശ്രീകോവിലിനോട് ചേർന്ന് തന്നെ രാജരാജ ചോളൻ നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്ന ഗുഹാ കവാടവും ഇവിടുത്തെ പ്രത്യേകതയാണ്. ഇടുക്കി, തേനി ജില്ലാ ഭരണകൂടങ്ങളുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ കേരള, തമിഴ്നാട് പോലീസ്, റവന്യൂ, വനംവകുപ്പ്, എക്സൈസ്, മോട്ടോർ വാഹന വകുപ്പ്, ആരോഗ്യം, അഗ്നിരക്ഷാസേന അധികൃതർ എന്നിവർ സംയുക്തമായാണ് ചിത്ര പൗർണമി ഉത്സവം നടത്തിയതെന്ന് ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുൺ എസ് നായർ പറഞ്ഞു. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഭക്തർക്ക് ഒരുപോലെ പ്രിയപ്പെട്ട മംഗളാദേവിയിലെ ഉത്സവമാണെന്ന്. നമുക്കറിയാവുന്നതുപോലെ പെരിയാർ ടൈഗർ റിസർവിനുള്ളിലുള്ള മംഗളാദേവി ക്ഷേത്രത്തിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഭക്തജനങ്ങൾക്ക് പ്രവേശനമുള്ളൂ. അപ്പോൾ അത്രയും അത്യപൂർവമായിട്ടുള്ള ആ ഒരു ദിവസമാണെന്ന്. മേടമാസത്തിലെ പൗർണമി ദിവസത്തിൽ നടക്കുന്ന ഈ ഉത്സവത്തിൽ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും നിരവധി ഭക്തരാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. 1000 വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രമാണ് ഇവിടെയുള്ളത്. അപ്പോൾ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും 2 സർക്കാരുകളും, അതായത് ഇടുക്കി ജില്ലയും അതുപോലെ തന്നെ തേനി ജില്ലയും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ഉത്സവം ഇന്ന് നടത്തുന്നത്. അതിനു വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. ഭക്തർ 6 മണി തൊട്ട് തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയും ഇപ്പോൾ ദർശനം നടത്തി തിരിച്ചു പോകുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അഡ്മിനിസ്ട്രേഷൻസ്, തേനി ജില്ലയുടെയും അതുപോലെ തന്നെ ഇടുക്കി ജില്ലയുടെയും അഡ്മിനിസ്ട്രേഷൻ ചേർന്നുകൊണ്ട് പോലീസ്, റവന്യൂ, അതുപോലെ തന്നെ ഫോറസ്റ്റ്, ഹെൽത്ത് തുടങ്ങി വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടു കൂടിയാണ് ഈ ഒരു ഉത്സവം നടത്തുന്നത്. കുമളിയിൽ നിന്നും ക്ഷേത്രം വരെയുള്ള പ്രവേശനം, അതായത് വഴി മുഴുവൻ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. കൃത്യമായ ചെക്ക് പോയിന്റുകളിൽ കുടിവെള്ളം, അതുപോലെ തന്നെ ആരോഗ്യ സംവിധാനങ്ങൾ തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ട്. ഭക്തജനങ്ങളുടെ സുരക്ഷയും അതുപോലെ തന്നെ ആരോഗ്യവും മുൻനിർത്തിക്കൊണ്ട് വളരെ സേഫ് ആയിട്ടുള്ള ഒരു ദർശനം സാധ്യമാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. കുമളി ബസ് സ്റ്റാൻഡ്, അമലാംബിക സ്കൂൾ, കൊക്കരക്കണ്ടം എന്നിവിടങ്ങളിൽ ചെക്ക് പോസ്റ്റിൽ വാഹനങ്ങൾ പരിശോധിച്ചാണ് മുകളിലേക്ക് കയറ്റിവിട്ടത്. മുൻവർഷത്തേക്കാൾ മികച്ച രീതിയിൽ ഭക്തജനങ്ങൾക്കായി കുടിവെള്ളം, ടോയ്ലറ്റ് സൗകര്യം, പ്രത്യേക പാസ് നൽകി വാഹന സൗകര്യം, മലയാളത്തിലും തമിഴിലും ദിശാസൂചനാ ബോർഡുകൾ, മൈക്ക് അനൗൺസ്മെന്റ് എന്നിവ ഒരുക്കിയിരുന്നു. സുരക്ഷയുടെ ഭാഗമായി റിക്കവറി വാഹനം, അസ്കാലൈറ്റ് എന്നീ സൗകര്യങ്ങളുടെ കൊക്കരക്കണ്ടത്ത് ദുരന്ത ലഘൂകരണ യൂണിറ്റും പ്രഥമ ശുശ്രൂഷ നൽകാൻ മെഡിക്കൽ സംഘത്തെയും കാർഡിയോളജിസ്റ്റ് എന്നിവരുടെ സേവനവും ആംബുലൻസ് സൗകര്യവും ഏർപ്പെടുത്തിയിരുന്നു.
ജപ്തി നടപടികൾക്കിടെ വീട്ടമ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ബാങ്കിനും പോലീസിനുമെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം. നടപടിക്ക് നേതൃത്വം നൽകിയ ബാങ്ക് ജീവനക്കാരി ഷീബയെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചു. പെട്രോൾ കയ്യിലെടുത്ത് പിടിക്കുകയാണ് ചെയ്തതെന്നും പോലീസ് പിടിച്ചപ്പോഴാണ് ദേഹത്ത് പെട്രോൾ വീണതെന്നും ആരോപണമുണ്ട്. പൊള്ളലേറ്റ ഷീബയെ രക്ഷിക്കാൻ പോലീസിന്റെ സഹായം ലഭിച്ചില്ലെന്നും കുടുംബം കുറ്റപ്പെടുത്തി. നെടുങ്കണ്ടം ആശാരികണ്ടത്തുള്ള വീടും 13 സെന്റ് സ്ഥലവും 2017 ഷീബയും കുടുംബവും വാങ്ങിയത്. മുൻ ഉടമയായ ജോസഫ് ആന്റണിയുടെ മകന്റെ പേരിലാണ് സ്ഥലം. ഈ സ്ഥലം പണയപ്പെടുത്തി 25 ലക്ഷം രൂപ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്നും വായ്പ എടുത്തിരുന്നു. വായ്പ നിലനിർത്തി സ്ഥലം നവജ്യോതി എന്നയാൾക്ക് വിൽക്കുകയും ഇവരിൽ നിന്ന് 41 ലക്ഷം രൂപയ്ക്ക് ഷീബയുടെ കുടുംബം വാങ്ങുകയുമായിരുന്നു. വായ്പയിൽ 15 ലക്ഷം രൂപ ബാങ്കിൽ അടയ്ക്കണമെന്നായിരുന്നു കരാർ. ഷീബയുടെ കുടുംബത്തിനുണ്ടായ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം തിരിച്ചടവ് മുടങ്ങിയതോടെ ബാങ്ക് കോടതിയെ സമീപിച്ച് ജപ്തി ഉത്തരവ് സമ്പാദിച്ചു. ജപ്തി നടപടികൾക്കായി എത്തിയപ്പോഴാണ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായത്. ജപ്തി ചെയ്യാനെത്തിയപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചതിനാൽ 22-ാം തീയതി വരെ സമയം അനുവദിക്കണമെന്ന ആവശ്യം ബാങ്ക് അധികൃതർ അംഗീകരിച്ചില്ലെന്ന് ഷീബയുടെ മകൾ നിതുല പറയുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയുടെ പേരിൽ ഇത് രജിസ്റ്റർ ചെയ്ത് തന്നു. നവജ്യോതിയിൽ നിന്ന് ഞങ്ങൾ ഇത് വാങ്ങി. പിന്നെ ഇത് കേസായി ഞങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇത് അറിയുന്നത്. ഇത്ര വർഷം മുന്നേ ഇത് ലോൺ എടുക്കാനും ആ ലോണുള്ള സ്ഥലം നവജ്യോതിക്ക് വിറ്റു. നവജ്യോതി അത് ഞങ്ങൾക്ക് വിറ്റു. വാക്കാൽ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളെ ഈ ജോസഫ് ആന്റണി എന്ന് പറഞ്ഞ് വിറ്റ് ട്രാപ്പിൽ പെടുത്തിയതാണ്. ജോസഫ് ആന്റണിയുടെ പേരിലല്ല ഈ സ്ഥലം ഓൾറെഡി മുന്നാധാരത്തിൽ കിടക്കണം. അദ്ദേഹത്തിന്റെ മകനായ സാനിയ ജോസഫിന്റെ പേരിലാണ്. അയാൾ എങ്ങനെ ഈ ലോൺ എടുത്തു? ലോൺ കിടക്കുന്ന ജോസഫ് ആന്റണിയുടെ പേരിൽ. ഇത് ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെ സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളോട് പറയുന്ന ജോസഫ് ആന്റണി ഞങ്ങളൊരു അകാലത്തിന് ചോദിച്ചു. ജോസഫ് ആന്റണി വന്ന അകാലത്ത് വെച്ചാൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്തു. എല്ലാവരും പറയുന്ന ബാങ്കുകാർക്ക് പറയാൻ ജോസഫ് ആന്റണി വേണം. ജോസഫ് ആന്റണിയോട് സംസാരിക്കാൻ പറ്റില്ല. അദ്ദേഹം വാദമാണ് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞ് അയാൾ ഞങ്ങളോട് സംസാരിക്കാൻ വരില്ല. പെട്രോൾ കയ്യിലെടുത്ത് ഭീഷണി മുഴക്കിയപ്പോൾ പിടിച്ചു മാറ്റാൻ നിർദ്ദേശിച്ചത് ബാങ്ക് ജീവനക്കാരിയാണ്. പോലീസ് പിടിച്ചപ്പോഴാണ് പെട്രോൾ ദേഹത്ത് വീണതെന്നും ഷീബയുടെ മകൾ പറഞ്ഞു. അമ്മ മരിച്ചത് സാക്ഷിയായി എൻ്റെ അമ്മ കത്തിക്കരിയുന്നത് കണ്ടു നിന്നൊരു മകളാണ് ഞാൻ. ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോലും ആരും ഇല്ലായിരുന്നു. അമ്മ പെട്രോൾ ഒഴിച്ചതല്ല. അമ്മ ഇവരോട് പറഞ്ഞു സാറേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയില്ല. അമ്മ സ്റ്റോർ റൂമിൽ പോയിട്ട് പറഞ്ഞു സാറേ ഞാൻ ഇറങ്ങിയില്ല. പെട്രോൾ എടുത്ത് അമ്മ കയ്യിൽ പിടിച്ചു എന്നുള്ള കാര്യം സത്യമാണ്. ആ പോലീസുകാരോട് പറഞ്ഞു നിങ്ങൾ എന്തെടുക്കും അവളെ പിടിച്ച് മാറ്റാൻ പറഞ്ഞു. അപ്പോൾ ആ പോലീസുകാർ വന്ന് അമ്മയെ പിടിച്ചു. പുറകിൽ ഇങ്ങനെ പിടിച്ചു. ആ പുള്ളിക്കാരി ആദ്യമേ പെട്രോൾ കണ്ടപ്പം പുറകോട്ട് മാറിയതാണ്. പിന്നെ ഇവർ പറഞ്ഞതിൻ്റെ പേരിൽ പുള്ളിക്കാരി വന്ന് പിടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ പറഞ്ഞു സാറേ ഞാൻ ഇറങ്ങിയില്ല ഞാൻ ഒഴിക്കുമെന്ന് പറഞ്ഞ് അമ്മ അടപ്പ് തുറന്നു. സത്യം ഞാൻ കണ്ടുകൊണ്ടിരിക്കും. അമ്മ ഇങ്ങനെ അടപ്പ് തുറന്ന് കുപ്പി ഇങ്ങനെ പിടിച്ചു. അന്നേരം ഈ സാറും ആ വുമണും ആ പോലീസ് ലേഡിയും കൂടെ വന്ന് അമ്മേനെ വലിച്ചു. അപ്പം ഓട്ടോമാറ്റിക് പ്ലാസ്റ്റിക് കുപ്പിയാണ്. ആ പെട്രോൾ ഇങ്ങനെ തെറിച്ചു. ഇവർ രണ്ടുപേരോട് അമ്മയുടെ 2 കൈയിലും പിടിച്ച് അമ്മേനെ വലിച്ചു. ആ സ്റ്റോർ റൂമിൻ്റെ അവിടെ നിന്ന് ആ ടാപ്പിൻ്റെയും ഫ്രിഡ്ജിൻ്റെ ഇടയും വരെ അമ്മേനെ നിലത്തിൽ കൂടെ ആ പെട്രോൾ വീണ അമ്മേനെ നിലത്തിൽ കൂടെ വലിച്ചുകൊണ്ട് വന്നു. അത് വിട്ടാൽ പോരായിരുന്നു. അവരത് വലിച്ചില്ലായിരുന്നെങ്കിൽ അമ്മയ്ക്കൊന്നും പറ്റില്ലായിരുന്നു. അന്നേരം എൻ്റെ കൊച്ചു ഇവിടെ കിടന്ന് കാറി. എനിക്ക് ആ ക്യാമറയുടെ അടുത്ത് എനിക്ക് പോകാതിരിക്കാൻ പറ്റും. ഞാൻ ആ ഒരു സെക്കൻഡ് നേരം ഞാൻ റൂമിൽ പോലും പോയില്ല. ഞാൻ ഈ ഡൈനിങ് ടേബിൾ കിടന്ന ഹാളിൻ്റെ അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഞാൻ നോക്കും. തീ കത്തുമായിരുന്നു. അമ്മയുടെ ലൈറ്റർ ഉള്ളത് ഞാൻ കണ്ടിട്ടില്ല. അമ്മ കത്തിച്ചതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞങ്ങളുടെ അമ്മ ആത്മഹത്യ ചെയ്യില്ല. ഈ പിടിവലിയിടയ്ക്കിടയ്ക്ക് സംഭവിച്ചതാണ്. അമ്മ സ്വയരക്ഷയ്ക്ക് വേണ്ടി അമ്മ ഓർത്ത് കാണും. ആ പെട്രോൾ എടുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ ഇവരിട്ടിട്ട് പോകും. അമ്മ ഓർത്ത് കാണും. അല്ലാതെ അമ്മ എന്തിനാ ആത്മഹത്യ ചെയ്യുന്നു? തീ കത്തിയതിനു ശേഷം രക്ഷിക്കാൻ ആവശ്യപ്പെട്ടിട്ടും ബാങ്ക് ജീവനക്കാരും പോലീസും രക്ഷപ്പെടുകയായിരുന്നു ചെയ്തതെന്നും കുടുംബം ആരോപിക്കുന്നു. അതേസമയം നിയമ നടപടികൾ പാലിച്ചാണ് ജപ്തി നടത്തിയതെന്നും ഇവരുടെ പേരിൽ വായ്പ ഇല്ലെന്നുമാണ് ബാങ്കിന്റെ വിശദീകരണം. മാങ്കുളത്ത് വീട്ടമ്മയ്ക്ക് നേരെ ആസിഡാക്രമണം നടത്തിയ പ്രതി പോലീസ് പിടിയിൽ. മാങ്കുളം സ്വദേശിയായ സാൻകുമാറിനെയാണ് മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച രാത്രിയിലുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ വീട്ടമ്മ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മാങ്കുളം സ്വദേശിനിയായ വീട്ടമ്മയ്ക്ക് നേരെയായിരുന്നു ആസിഡ് ആക്രമണം ഉണ്ടായത്. സംഭവത്തിൽ മാങ്കുളം സ്വദേശിയായ സാൻകുമാറിനെയാണ് മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. അടച്ചുറപ്പുള്ള വീടല്ല വീട്ടമ്മയുടേത്. വീടിന്റെ മറക്കിടയിലൂടെ ആക്രമണം നടത്തിയയാൾ ആസിഡ് വീടിനുള്ളിലേക്ക് തളിക്കുകയായിരുന്നുവെന്നാണ് വീട്ടമ്മ നൽകുന്ന വിവരം. ആസിഡ് ശരീരത്ത് വീണതോടെ പൊള്ളൽ അനുഭവപ്പെട്ട വീട്ടമ്മ വീടിന് പുറത്തേക്കോടി. ഇതോടെ ആക്രമണം നടത്തിയയാൾ ഓടി രക്ഷപ്പെട്ടു. പൊള്ളലേറ്റ വീട്ടമ്മ പിന്നീട് ആശുപത്രിയിൽ ചികിത്സ തേടി. വീട്ടമ്മ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആക്രമണം നടത്തിയ പ്രതിയെ മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കട്ടപ്പന വെള്ളയാങ്കുടി പോസ്റ്റ് ഓഫീസ് ജീവനക്കാരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ഉദ്യോഗാർത്ഥി നിരാഹാര സമരം നടത്തി. കട്ടപ്പന വെള്ളയാങ്കുടി വട്ടക്കാട്ട് ലിൻഡോ തോമസ് ആണ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നിരാഹാര സമരം നടത്തിയത്. ലിൻഡോയുടെ അനധ്യാപക
നിയമന ഉത്തരവ് മാർച്ച് 18 വെള്ളയാങ്കുടി പോസ്റ്റ് ഓഫീസിൽ എത്തിയിരുന്നു. എന്നാൽ 10 ദിവസങ്ങൾക്ക് ശേഷമാണ് ലിൻഡോയ്ക്ക് കത്ത് ലഭിച്ചത്. ജോലിക്ക് ഹാജരാകേണ്ട സമയം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഭിന്നശേഷിക്കാരനായ തന്റെ സ്വപ്നമായ സർക്കാർ ജോലി കൈവിട്ടു പോയതായി ലിൻഡോ പറയുന്നു. മാർച്ച് 18 തീയതി ഈ പോസ്റ്റ് ഓഫീസിൽ രജിസ്റ്റേർഡ് വരികയും 28 തീയതി 10 ദിവസങ്ങൾക്ക് ശേഷം പെസഹ വ്യാഴാഴ്ച ഈ പുള്ളിക്കാരിയുടെ ലേഡീസ് സെൻ്ററിൽ വെച്ച് എന്നെ വിളിക്കുകയും ഏകദേശം ഒരു 3 മണി അടുത്ത സമയത്തോടാണ് എന്നെ വിളിക്കുന്നത്. 4 മണിക്കുള്ളിൽ ഞാനിത് കൈപ്പറ്റുകയും ചെയ്തു. ഞാനത് പൊട്ടിച്ച് നോക്കിയപ്പോൾ 23 തീയതി ഞാൻ ഹാജരാവുകയും ഏകദേശം 25 തീയതിയോടുകൂടി ഞാൻ ജോലിക്ക് കയറേണ്ട ഒരു വ്യക്തിയാണ്. ഡേറ്റ് കഴിഞ്ഞു പോയി. ഞാൻ ആ സ്കൂളിൽ അറിയിച്ചു. അതിന് പ്രകാരം ഞാൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിനെയും മുഖ്യമന്ത്രി, കളക്ടർ അങ്ങനെ എല്ലാവർക്കും ഞാൻ ഇത് കൊടുത്തു. പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് അന്വേഷിക്കട്ടെ എന്ന്. 1 മാസങ്ങൾ കഴിഞ്ഞിട്ട് പോലും എനിക്കൊരു തീരുമാനം കിട്ടിയിട്ടില്ല. എനിക്ക് ജീവിക്കണം. എൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളുണ്ട്. എൻ്റെ പേരൻസ് 2 പേരും മരിച്ചതാണ് ക്യാൻസർ മൂലം. ഞാൻ ഇതെല്ലാം വെച്ച് ഈ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്റർ എന്ന നിലയിൽ പുള്ളിയോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി പറയുകയാണ് ഞാൻ ഈ നാട്ടുകാരനല്ലെന്ന്. ഇത് സംബന്ധിച്ച് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്, കളക്ടർ എന്നിവിടങ്ങളിൽ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറാകാതെ വന്നതോടെയാണ് സമരം സംഘടിപ്പിച്ചതെന്നും ലിൻഡോ പറഞ്ഞു. ഇതുപോലുള്ളവരുള്ളപ്പോൾ, ജോലിയോട് ആത്മാർത്ഥതയില്ലാത്ത ഇതുപോലുള്ളവർ ഉള്ളിടത്ത് നമ്മൾ സ്വപ്നം കണ്ടു. എൻ്റെ ഗവൺമെൻറ് ജോലി എന്ന സ്വപ്നമാണ് ഇവിടെ ഇല്ലാതായി പോയേക്കുന്നത്. നീതി കിട്ടണം. ഇതിൻ്റെ അകത്ത് മുഖ്യമന്ത്രിയും കളക്ടറും ഒക്കെ ഇടപെടണം എന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് സംഭവിച്ച പോലെ മറ്റൊരാൾക്ക് ഇനി സംഭവിക്കരുത്. കട്ടപ്പന പോലീസ് ഇടപെട്ടാണ് സമരം പിന്നീട് താൽക്കാലികമായി അവസാനിപ്പിച്ചത്. സമാനമായ രീതിയിൽ കത്തുകൾ കിട്ടാൻ താമസിച്ചിരുന്നതായും ലിൻഡോ ആരോപിക്കുന്നു. പോസ്റ്റൽ ജീവനക്കാരുടെ അംഗീകരിക്കാൻ കഴിയാത്ത നിസ്സംഗതയാണ് ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം വഴിമുട്ടിച്ചിരിക്കുന്നത്. എന്തായാലും നീതി ലഭിക്കും വരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് ലിൻഡോയുടെ തീരുമാനം. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയിൽ ഭരണസമിതിക്കെതിരെ അഴിമതി ആരോപണവുമായി പ്രതിപക്ഷം. അംഗനവാടി കുട്ടികൾക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിക്കാൻ ടെൻഡർ ക്ഷണിച്ചതിൽ വൻ ക്രമക്കേട് ആരോപിച്ചാണ് കമ്മിറ്റിയിൽ ബഹളവും വാക്കുതർക്കവും ഉണ്ടായത്. എന്നാൽ ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പ്രസിഡന്റ് പറഞ്ഞു. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിലെ 34 അങ്കണവാടികളിലേക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിക്കാൻ ടെൻഡർ ക്ഷണിച്ചിരുന്നു. എന്നാൽ ചെറിയ തുക കൊട്ടേഷൻ വച്ച 3 പേരെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ ഭീഷണിപ്പെടുത്തി പിന്മാറ്റുകയും കൂടിയ തുക ടെൻഡർ നൽകിയ വ്യക്തികൾക്ക് കരാർ ഉറപ്പിക്കുകയും ചെയ്തെന്ന പ്രതിപക്ഷ അംഗം റിജി ഇലിപ്പുലിക്കാട്ട് ആരോപിച്ചു. ടെൻഡർ ഇട്ടു. ടെൻഡർ വിളിച്ചതിന് ശേഷം 3 രൂപ 5 പൈസ കിലോയ്ക്ക്, 3 രൂപ 25 പൈസ, 3 രൂപ 30 പൈസ, 3 രൂപ 70 പൈസ, ഇങ്ങനെ 4 പേര് ആ ടെൻഡറിൽ പങ്കെടുത്തു. ആ ടെൻഡറിൽ പങ്കെടുത്ത 4 പേരിൽ 3 രൂപ 5 പൈസയും 3 രൂപ 25 പൈസയും കിട്ടിയ ആളുകളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇരട്ടയാരിൽ ഓടാൻ കഴിയില്ല. അത് കഴിഞ്ഞ പ്രാവശ്യം ഓടിക്കൊണ്ടിരുന്ന ആൾ ഓടാനേ പാടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഓടിയാൽ ഭവിഷ്യത്തുകൾ ഉണ്ടാകും, ബില്ല് മാറത്തില്ല എന്ന് പറഞ്ഞ പല ആളുകളും ഭീഷണി സ്വരത്തിൽ വിളിച്ചു പറഞ്ഞ് അവരെ അതിൽ നിന്ന് പിന്മാറുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. അപ്പം ഞങ്ങൾ ഈ ടെൻഡർ വെച്ച ആളുകളോട് ഞങ്ങൾ ഫോൺ മുഖാന്തരം ഞങ്ങൾ അവരോട് സംസാരിച്ചു. നിങ്ങൾ എന്തുകൊണ്ട് ഇത് പിന്മാറുന്നു? ഏറ്റവും കുറച്ച് തുകയ്ക്ക് നിങ്ങളാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് പിന്മാറുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ സംസാരിച്ച ഓഡിയോ ക്ലിപ്പ് ഞങ്ങളുടെ ഉണ്ട്. അവർ ഞങ്ങൾ റെക്കോർഡ് ചെയ്തിരുന്നു. അവർ പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം വിളിച്ച് ഇത് ഓടിയാൽ പ്രശ്നമുണ്ടാകും, അതുകൊണ്ട് നിങ്ങളുടെ ബില്ല് മാറത്തില്ല, നിങ്ങളുടെ വണ്ടിയുടെ ടയർ കുത്തിക്കീറും, അങ്ങനെ പല അഭിപ്രായങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഞങ്ങൾ ഇവിടെ ഓടാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ എഴുതി കൊടുക്കുകയാണ്. ഇതാണ് ഞാൻ അവരുടെ ഓഡിയോ ക്ലിപ്പ്. അവർ ഞങ്ങളുമായിട്ട് സംസാരിച്ച ഓഡിയോ ക്ലിപ്പാണ്. വണ്ടിയുടെ ടയർ കുത്തിക്കീറും, വണ്ടി ഓടാൻ സമ്മതിക്കത്തില്ല എന്ന ഭീഷണിയുടെ സ്വരത്തിലാണ് സംസാരിച്ചിരിക്കുന്നത്. അത് 2 രൂപ 92 പൈസയ്ക്ക് കൊട്ടേഷൻ എടുത്ത കരാർ ഈ വർഷം 3 രൂപ 70 പൈസയ്ക്കാണ് നൽകിയിരിക്കുന്നത്. ഇക്കാര്യത്തെ എതിർത്ത പ്രതിപക്ഷത്തിന്റെ നിർദ്ദേശം ഭരണസമിതി അംഗീകരിച്ചില്ലെന്ന് പ്രതിപക്ഷ അംഗം ജോസുകുട്ടി അരിപ്പറമ്പിൽ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ ഇരട്ടയാർ പഞ്ചായത്തിൽ മൊത്തം ഒരു പിക്കപ്പ് ഓടാൻ ഒരു ദിവസം വാടകയ്ക്ക് എടുത്താൽ 5000 രൂപയ്ക്ക് വണ്ടി പോകും. ഇതാണ്ട് 2000-ലധികം കിലോ പൊടിയാണ് ഒരു ദിവസം ഇറക്കി കൊടുക്കുന്നത്, ഒരു ദിവസം. അപ്പം 2000 അല്ല 3000 കിലോയാണ് ഇറക്കി കൊടുക്കുന്നത്. പക്ഷേ അപ്പോൾ ഒരു 10000 രൂപയോളം വണ്ടിക്കൂലി കിട്ടി. വണ്ടിക്കൂലി അപ്പം സാധാരണ നിലവിൽ ഇവിടെ നാട്ടിൽ ഓടുന്നതിൻ്റെ ഇരട്ടി പൈസയ്ക്കാണ് ഈ ടെൻഡർ. അപ്പോൾ ഇത് അന്യായ കൂലിയാണ്, ഇത് അധിക കൂലിയാണെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ അത് അഴിമതിയുണ്ട്. അത് ഭരണസമിതിയും ഈ വാഹന ഉടമയുമായി ബന്ധപ്പെട്ട ചില ധാരണയുടെ പേരിലാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കമ്മിറ്റിയിൽ അവർ ഭൂരിപക്ഷം അവർ 9 പേരുണ്ട്. അവർ ഭൂരിപക്ഷം നടപ്പിലാക്കും. പ്രതിപക്ഷം പറയുന്നൊന്നും മൈൻഡ് ചെയ്യേണ്ട, നമ്മൾ ഭൂരിപക്ഷം ഉണ്ട്, നമുക്ക് പാസ്സാക്കാം. എന്നാൽ കുറഞ്ഞ തുക ടെൻഡർ നൽകിയ 3 പേരും വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് പിന്മാറിയതെന്നും തങ്ങൾ ഇവരെ ഭീഷണിപ്പെടുത്തിയതായി രേഖാമൂലം പഞ്ചായത്തിനെ അറിയിച്ചിട്ടില്ലെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാജി പറഞ്ഞു.
കഴിഞ്ഞ ആദ്യം കൊട്ടേഷൻ ഇട്ടു, ആ കൊട്ടേഷൻ കമ്മിറ്റി പാസ്സാക്കിയില്ല. രണ്ടാമത് വീണ്ടും റീകൊട്ടേഷൻ ഇട്ടു. ആ റീകൊട്ടേഷനിൽ ആദ്യം വോട്ട് ചെയ്ത് ആൾ ഏറ്റവും റേറ്റ് കുറഞ്ഞായിരുന്നു. അതിന് കമ്മിറ്റി തീരുമാനമെടുത്തു ആ വ്യക്തിക്ക് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അവർക്ക് ഇതിൽ നിന്ന് താല്പര്യമില്ല, അവർക്ക് വേറെ ഓട്ടം കിട്ടി. അതിനാൽ ഞങ്ങൾ ഇതിൽ നിന്ന് കൊട്ടേഷനിൽ നിന്ന് പിന്മാറുന്നെന്ന് പറയുന്ന ഒരു രേഖാമൂലം പഞ്ചായത്തിന് കത്ത് തന്നു. അതിനുശേഷം രണ്ടാമത്തെ ആൾക്ക് തീരുമാനിച്ച, രണ്ടാമത് വോട്ട് ചെയ്ത ആൾക്ക്, അപ്പോൾ അയാളും ആ വ്യക്തിയും ഈ കൊട്ടേഷനിൽ നിന്ന് പിന്മാറുന്നെന്നും പറഞ്ഞ് രേഖാമൂലം കത്ത് വന്നു. മൂന്നാമത്തെ വ്യക്തിയും ഈ കൊട്ടേഷനിൽ നിന്ന് പിന്മാറുന്നെന്നും പറഞ്ഞ് രേഖാമൂലം നമുക്ക് കത്ത് വന്നു. അതിനുശേഷം നാലാമത്തെ വ്യക്തിയാണ് ഇപ്പോൾ കിടക്കുന്നത്. അത് വോട്ട് ചെയ്തിരിക്കുന്നത് 350-നാണ്. അപ്പോൾ ഇനി നമുക്ക് നിയമപരമായിട്ട് ഇപ്പോൾ നമുക്ക് അംഗൻവാടി വഴി പോഷകാഹാര വിതരണം അടിയന്തരമായിട്ട് നമുക്ക് നടത്തേണ്ടത് ഉള്ളതുകൊണ്ട് ഈ നാലാമത് വോട്ട് ചെയ്ത ആൾക്ക് കൊടുക്കാൻ വേണ്ടി പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്തു. അപ്പോൾ നാലാമത് വോട്ട് ചെയ്ത ആൾക്ക് കൊടുക്കുന്നതിന് എതിരെയാണ് ഇപ്പോൾ ഇന്നുണ്ടായ വിഷയം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി ഇതിൻ്റെ നിയമപരമായിട്ട് ഇതിൻ്റെ കൊട്ടേഷൻ ഇടുന്നത് ICDSന്റെ സൂപ്പർവൈസർ ആണ് കൊട്ടേഷൻ ഇടുന്നത്. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി ഇന്ന് കമ്മിറ്റിയിൽ ധരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഒരു കാരണവശാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അത് അവരുടെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ മാത്രമാണത്. അത് നമുക്ക് രേഖാമൂലം ഈ കൊട്ടേഷനിൽ നിന്ന് പിന്മാറുന്നവർ ഈ കാര്യങ്ങളൊന്നും അവർ കത്തിനകത്ത് പരാമർശിച്ചിട്ടില്ല. ആ കത്തുകൾ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇന്ന കത്തുകൾ അവർ തന്ന ഈ കൊട്ടേഷനിൽ നിന്ന് പിന്മാറുന്ന ആൾക്കാർ തന്ന കത്ത് ഇന്ന കമ്മിറ്റിയിൽ വായിക്കുകയുണ്ടായി. അത് അവർക്ക് രേഖാമൂലം ഇവിടെയുണ്ട്. അത് മാധ്യമങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. പാർട്ടി മാറിയതിന്റെ വൈരാഗ്യമാണ് ഇക്കാര്യത്തിലുള്ളതെന്നും വനിതാ പഞ്ചായത്ത് അംഗങ്ങളോടുള്ള ധാർഷ്ട്യ സമീപനം പ്രതിപക്ഷ അംഗങ്ങൾ തിരുത്തണമെന്നും ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജിൻസൺ വർക്കി പറഞ്ഞു. കൂടിപ്പോയതിന് വീണ്ടും പകരം കൊട്ടേഷൻ മാറ്റിവെച്ച ചരിത്രമുണ്ട് എന്ന് ഇപ്പോൾ ഈ കൊട്ടേഷൻ നിൽക്കുന്ന ആൾ തന്നെ പറയുക. അദ്ദേഹം ആക്ഷേപം ഉന്നയിക്കുന്നത്, ഞങ്ങളല്ല. അദ്ദേഹം പോലും ഇപ്പോൾ ആക്ഷേപം പറയുക, അന്ന് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് ഇങ്ങനെ മാറ്റിവെച്ചു. അപ്പോൾ ആർക്ക് വേണ്ടിയാ? അതുപോലെ ഇന്ന് പഞ്ചായത്ത് ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റ് ഒരു കാര്യം പറഞ്ഞപ്പോൾ നീ എവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് ആ വനിതാ മെമ്പറോട് ധാർഷ്ട്യമായിട്ട് പെരുമാറി. ഒരു വനിതയെ ഇതുപോലെ ആക്ഷേപിക്കുക, അതൊക്കെ പഞ്ചായത്ത് ഭരണസമിതിയുടെ അകത്ത് ഉണ്ടാകാൻ പാടുണ്ടോ? മാധ്യമപ്രവർത്തകരെ വിളിച്ച് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് മാധ്യമപ്രവർത്തകരെ വിളിച്ച് ഇതിനകത്ത് കയറ്റാൻ പോവാ എന്ന് ഒരു നിലപാടെടുത്തു. ഞങ്ങൾ പറഞ്ഞു മാധ്യമപ്രവർത്തകർ വന്നോട്ടെ, ഞങ്ങൾക്ക് പറയാനുള്ളത് പറയാം. അപ്പം മാധ്യമപ്രവർത്തകരെ തടഞ്ഞു എന്നായി അടുത്ത്. ഞങ്ങളാരും മാധ്യമപ്രവർത്തകരെ തടഞ്ഞിട്ടില്ല. കോൺഗ്രസ് വിട്ട CPM-ൽ ചേർന്നതോടെയാണ് തനിക്കെതിരെ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നതെന്ന് കരാറുകാരൻ പ്രതികരിച്ചു. ഞാൻ ആദ്യം ഒരു 10 വർഷക്കാലം റെജിയുടെ കൂടെയായിരുന്നു. എന്നാൽ ഈ കൊട്ടേഷനുകളൊന്നും വിളിക്കുമ്പോൾ 6-7 പേര് കൊട്ടേഷനും ഇത് പുള്ളി തന്നെ പൊട്ടിച്ച് നോക്കിയിട്ട് ആ തുക മുകളിൽ തുക പുള്ളി തന്നെ പോകും. ഞാൻ കൊട്ടേഷൻ എനിക്ക് അങ്ങനെ സംഭവത്തില്ല. പുള്ളി തന്നെ എനിക്ക് 3 രൂപ 25 പൈസയ്ക്ക് തന്നെ പുള്ളി പിടിച്ചു തന്നിട്ടുണ്ട്. പുള്ളിയുടെ കൂടെ നിന്ന് മാറി CPM ആയപ്പോൾ തൊട്ട് പുള്ളി എനിക്ക് എല്ലാ ദിവസവും ഇപ്പോൾ എല്ലാ ദിവസവും എനിക്ക് പണിയാണ്. കഴിഞ്ഞ ഈ 2 മാസക്കാലം മുമ്പ് ഒരു കൊട്ടേഷൻ ഇട്ടു. അത് പൊട്ടിച്ചിട്ട് 1 മാസം ഞാൻ ഓടിക്കഴിഞ്ഞിട്ട് സൂപ്പർവൈസറെ പേടിപ്പിച്ച് പുള്ളി അതായത് ആ പുള്ളി അറിഞ്ഞില്ല റീകൊട്ടേഷൻ ഇടിച്ചു. 4 പേര് കൊണ്ട് വെക്കുകയും പാമ്പാടംപാറയുള്ള പുള്ളിക്ക് 3.5 ഞാൻ 3.50 വെച്ച്. എന്നിട്ട് പുള്ളിയെ ഭീഷണിപ്പെടുത്തി എന്നും പറഞ്ഞ് വീണ്ടും ഇപ്പം സൂപ്പർവൈസറെ കൊണ്ട് വീണ്ടും ഇടിച്ചു കൊട്ടേഷൻ. എന്നിട്ട് ഇപ്പോൾ പുള്ളി അറിഞ്ഞില്ലെന്നാണ് ഈ സംഭവം പറയുന്നത്. പുള്ളിയോട് നിന്നപ്പോൾ ഞാൻ ഈ കൊട്ടേഷൻ എന്താണ് സംഭവത്തില്ല, പുള്ളിയാണ് ഈ കൊട്ടേഷൻ എല്ലാം ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ള വിതരണം നാളിതുവരെ തുടങ്ങാത്തതിന്റെ പേരിലും പ്രതിപക്ഷം പ്രതിഷേധം അറിയിച്ചു. മാലിമുളകിന് വില കുതിച്ചുയരുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിനെ തുടർന്ന് ഉൽപാദനം കുറഞ്ഞതോടെയാണ് മാലിമുളകിന്റെ വിലയിൽ വർധനവുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 1 മാസത്തിനിടെ 5 ഇരട്ടിയോളമാണ് വില ഉയർന്നത്. നോക്കി നിൽക്കിയാണ് മാലിമുളകിന്റെ വില കുതിച്ചുചാടി മുന്നേറിയത്. അപ്രതീക്ഷിതമായിട്ട് ഹൈറേഞ്ചിലേക്ക് കടന്നു വന്ന മാലിമുളക് കർഷകർ വ്യാപകമായി തന്നെ കൃഷി ചെയ്തിരുന്നു. ആദ്യം ഇടവിളിയായി നട്ടിരുന്ന മുളകിന് ഭേദപ്പെട്ട വില ലഭിച്ചു തുടങ്ങിയതോടെ 1 ഡസനോളം പഞ്ചായത്തുകളിൽ കുരുമുളക് കൃഷി ഉൾപ്പെടെ ഉപേക്ഷിച്ച് കർഷകർ മാലിമുളക് കൃഷിയിലേക്ക് തിരിഞ്ഞു. എന്നാൽ പെട്ടെന്നുണ്ടായ വിലത്തകർച്ച കർഷകർക്ക് തിരിച്ചടിയായി. ഇതോടെ പല കർഷകരും മാലിമുളക് കൃഷി ഉപേക്ഷിച്ചു. 2 മാസം മുമ്പ് വരെ കിലോയ്ക്ക് വെറും 30 രൂപയായിരുന്നു മാലിമുളകിന് ലഭിച്ചിരുന്ന വില. എന്നാലിപ്പോൾ വില 250 രൂപയ്ക്ക് മുകളിലേക്ക് ഉയർന്നിരിക്കുകയാണ്. അപ്പം കർഷകർ അത് 70 കിലോ 80 കിലോ 100 കിലോളം കൊണ്ടുവന്നു. ഇപ്പോൾ അത് ആ വില ഒക്കാത്തതുകൊണ്ട് എല്ലാ കൃഷികളും ഇപ്പം കുറവാണ്. ഇപ്പോൾ വരുന്നത് 10 കിലോ 5 കിലോ 20 കിലോ അങ്ങനെയാണ്. ഇപ്പം 150 മുതൽ 250 വരെ വിലയുണ്ട്. വിലത്തകർച്ചയിൽ കൃഷി ഉപേക്ഷിച്ചതിനു പുറമെ കാലാവസ്ഥയിൽ വന്ന മാറ്റങ്ങളും മാലിമുളക് കൃഷിയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഉൽപ്പാദനമില്ലാത്തതിനാൽ വില 300 കടക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. മുൻപൊക്കെ ദിവസേന 20 മുതൽ 30 കിലോ വരെ മാലിമുളക് കട്ടപ്പനയിലെ മൊത്തക്കച്ചവട സ്ഥാപനങ്ങളിൽ കർഷകർ എത്തിച്ചിരുന്നു. എന്നാലിപ്പോൾ അതിൽ 4-1 കുറഞ്ഞു.
കുറഞ്ഞ പരിചരണം മതിയെങ്കിലും കനത്ത ചൂടും ജലസേചനത്തിന്റെ അഭാവവുമാണ് കൃഷി നശിക്കാൻ കാരണം. സാധാരണ മുളകിനേക്കാൾ മാലിമുളകിന് മണവും രുചിയും കൂടുതലാണ്. മുളക് ചെടികളിൽ നിന്നും ഒരു വർഷം 5 കിലോ വരെ വിളവ് ലഭിക്കും. മാലിമുളകിന്റെ വിദേശ കയറ്റുമതി കൂടിയതും ഇപ്പോഴത്തെ വിലവർധനവിന് മറ്റൊരു കാരണമാണ്. വരുന്ന നാളുകളിൽ വില ഉയരാൻ തന്നെയാണ് സാധ്യത നിലനിൽക്കുന്നത്. മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഉപ്പുതറ ടൗണിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തി. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഉപ്പുതറ ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ചുമട്ടുതൊഴിലാളികൾ, പൊതുജനങ്ങൾ എന്നിവരെ നേരിൽ കണ്ടാണ് മഹിളാ കോൺഗ്രസ് ഭാരവാഹികൾ വോട്ടഭ്യർത്ഥന നടത്തിയത്. ഡീൻ കുര്യാക്കോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഉപ്പുതറയിലും പരിസര പ്രദേശങ്ങളിലുമായിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഓമന സോദരൻ, സിനി ജോസഫ്, നേതാക്കളായ റോജി സലി, ശാന്തമ്മ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. കട്ടപ്പന അമ്പാടിക്കവല ശ്രീ ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവവും അന്നദാനവും നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് അശോക് കുമാർ ശ്രീവിഹാർ ഭദ്രദീപം തെളിച്ചു. ക്ഷേത്രം മേൽശാന്തി രാഹുൽ കൃഷ്ണൻ പോറ്റി ഭണ്ഡാര അടുപ്പിലേക്ക് തീ പകർന്നു. തുടർന്ന് മറ്റു തിരുമേനിമാരുടെ പങ്കാളിത്തത്തിൽ പൊങ്കാല അടുപ്പുകളിലേക്കും തീ പകർന്നു. ക്ഷേത്രം പ്രസിഡന്റ് അശോക് കുമാർ, സെക്രട്ടറി സുഭാഷ് രാമൻകുട്ടി, ഖജാൻജി ശശികുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയിലെ കലുങ്കുകളുടെ നിർമ്മാണം വൈകുന്നതോടെ സ്കൂൾ കവലയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. ഇതോടെ വാഹനയാത്രികർ തമ്മിൽ വാക്കുതർക്കവും പതിവാണ്. മലയോര ഹൈവേയുടെ ഭാഗമായ കട്ടപ്പന നരിയമ്പാറ റീച്ചിലെ ടാറിംഗ് ഉൾപ്പെടെ പൂർത്തിയാക്കിയിട്ടും കലുങ്ക് നിർമ്മാണം പാതിവഴിയിൽ നിലച്ചിരിക്കുകയാണ്. ഇതാണ് ഗതാഗത തടസ്സത്തിന് കാരണമാകുന്നത്. സ്കൂൾ കവലയിലാണ് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെടുന്നത്. ഇതോടെ വാഹനയാത്രികർ തമ്മിൽ വാക്കേറ്റവും പതിവാണ്. പ്ലാമൂട് ജംഗ്ഷൻ, സ്കൂൾ കവല എന്നിവിടങ്ങളിലെ കലുങ്കുകളുടെ നിർമ്മാണം പൂർത്തിയാകാത്തതാണ് ഗതാഗത തടസ്സം നേരിടാൻ പ്രധാന കാരണം. ഇപ്പോൾ ഒരാഴ്ചക്ക് മുകളിലായി ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ട് ഇത് എന്തെങ്കിലും ഒരു വഴി തിരിച്ചുവിടാനുള്ള എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ സെൻറ്റൻസിലേക്ക് ആളുകൾ പോകുന്ന വഴിയും ഒക്കെയാണ്. ഇതെങ്കിലും പോകുന്നതും അത്യാവശ്യമുള്ള ആളുകളെല്ലാം നല്ലപോലെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും സ്വച്ഛമായിട്ടുള്ള നടപടി അധികാരികളുടെ ഭാഗത്തുനിന്നും ട്രാഫിക് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാണ്ടിരിക്കുന്നു. എണ്ണത്തിന്റെ പണി നടക്കേണ്ട അത്യാവശ്യമാണ്. നിർമ്മാണം മന്ദഗതിയിലായതോടെ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുമുള്ള പ്രതിഷേധവും ശക്തമാണ്. വണ്ടിപ്പെരിയാർ പുതിയ പാലത്തിലെ കോൺക്രീറ്റ് കമ്പി ഇളകിയത് അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി. മുൻപ് പാലത്തിലെ കോൺക്രീറ്റ് കമ്പികൾ ഇളകിയത് പുനർനിർമ്മിച്ചതിന്റെ ഭാഗമായുള്ള കോൺക്രീറ്റ് സ്പാൻ ആംഗ്ലെയർ ഇളകിയതാണ് വാഹനങ്ങൾക്ക് അപകടക്കെണി ഒരുക്കുന്നത്. കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ വണ്ടിപ്പെരിയാർ ടൗണിൽ നിർമ്മിച്ചിരിക്കുന്ന പുതിയ പാലത്തിന്റെ കോൺക്രീറ്റ് സ്പാൻ കമ്പി ഇളകിയതാണ് വാഹനങ്ങൾക്ക് അപകടക്കെണിയാകുന്നത്. മുൻപ് പുതിയ പാലത്തിലെ കോൺക്രീറ്റ് കമ്പികൾ ഇളകി അപകട ഭീഷണി ഉയർത്തിയിരുന്നു. ഇതേ തുടർന്ന് പരാതികളും പ്രതിഷേധങ്ങളും ഉയർന്നതോടെയാണ് ദേശീയപാത അധികൃതർ ഇടപെട്ട് പാലത്തിന് മുകളിൽ റീഡ് കോൺക്രീറ്റ് ചെയ്തത്. എന്നാൽ ഈ അപകടക്കെണിക്ക് പരിഹാരമായി ചെയ്ത കോൺക്രീറ്റിലെ സ്പാൻ ആംഗ്ലെയർ കമ്പിയാണ് നിലവിൽ ഇളകിയിരിക്കുന്നത്. പാലത്തിൽ ഒരു കമ്പി ഇളകിയിട്ട് അപകടകരമായ സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ഒരു അധികൃതരായാലും ഇടപെട്ടിട്ടില്ല. ഇതിലൂടെ കടന്നു പോകുന്ന യാത്രക്കാർക്കും പ്രത്യേകിച്ച് ബൈക്ക് യാത്രക്കാർക്കും ഇത് ഭയങ്കര അപകടകരമാണ്. രാത്രികാലങ്ങളിൽ വണ്ടിപ്പെരിയാർ പുതിയ പാലത്തിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾക്കാണ് കൂടുതൽ അപകട ഭീഷണി ഉയർത്തുന്നത്. ആംഗ്ലെയർ കമ്പിയിൽ കയറി വാഹനങ്ങളുടെ ടയറുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതാണ് പ്രതിസന്ധി. വിഷയത്തിൽ ദേശീയപാത അധികൃതർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. അന്തരിച്ച മുൻ മാധ്യമപ്രവർത്തകനും ടൂറിസം സംരംഭകനുമായ ബോബി മാത്യുവിന്റെ 3ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ബോബി മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 28 ഞായറാഴ്ച പീരുമേട് ABG ഹാളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. തോട്ടം മേഖലയിലെ നിർധനർക്കായി സംഘടിപ്പിക്കുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ ഏവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായി ബോബി മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികൾ അറിയിച്ചു. ഹൈറേഞ്ചിലെ ആദ്യകാല മാധ്യമപ്രവർത്തകനായിരുന്ന ബോബി മാത്യു സൂര്യ TVയുടെ ഇടുക്കി റിപ്പോർട്ടറും ടൂറിസം സംരംഭകനുമായിരുന്നു. 2021 ബോബി മാത്യു അകാലത്തിൽ വിട പറഞ്ഞത്.
കഴിഞ്ഞ 2 വർഷക്കാലമായി മാധ്യമപ്രവർത്തകരുടെയും വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സംഘടനാ പ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ബോബി മാത്യു അനുസ്മരണം സംഘടിപ്പിച്ചു വരികയാണ്. ഇതിനിടെ സാമൂഹിക നന്മകൾ ലക്ഷ്യമിട്ടുകൊണ്ട് ബോബി മാത്യു ചാരിറ്റബിൾ സൊസൈറ്റിയും രൂപീകരിച്ചു. ഇത്തവണത്തെ ചരമവാർഷിക അനുസ്മരണത്തിന്റെ ഭാഗമായി തോട്ടം മേഖലയിലെ നിർധനർക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുവാനാണ് തീരുമാനം. ഏപ്രിൽ 28 ഞായറാഴ്ച രാവിലെ 9:30 മുതൽ പീരുമേട് ABG ഹാളിൽ വെച്ചാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ബോബി മാത്യു മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികൾ പറഞ്ഞു. ഈ വരുന്ന ഏപ്രിൽ 28 ഞായറാഴ്ച നടക്കുന്ന ക്യാമ്പിൽ ജനറൽ സർജറി, ഗൈനക്കോളജി, അസ്ഥിരോഗ വിഭാഗങ്ങളിലായി 3 ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ്. ജനറൽ സർജറി വിഭാഗത്തിൽ വേരിക്കോസ് വെയിൻ, തൈറോയിഡ്, ഹെർണിയ, പൈൽസ്, അപ്പൻഡിസൈറ്റിസ്, ഫിസ്റ്റുല, ശരീരത്തിലെ മുഴകൾ എന്നിവയുടെ പരിശോധന ലഭ്യമാണ്. ക്യാമ്പിൽ അസ്ഥിബലക്ഷയം കണ്ടെത്തുന്നതിനുള്ള BMT ടെസ്റ്റ് സൗജന്യമായി നടത്തുന്നതാണ്. ഡോക്ടർമാരുടെ നിർദ്ദേശാനുസരണമുള്ള വിവിധ മരുന്നുകളും ക്യാമ്പിൽ സൗജന്യമായി ലഭിക്കുന്നതാണ്. ഏപ്രിൽ 28 ഞായറാഴ്ച രാവിലെ 9:30 പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ R. ദിനേശൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയുടെ സഹകരണത്തോടെ നടത്തുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ ജനറൽ സർജറി, ഗൈനക്കോളജി, അസ്ഥിരോഗ വിഭാഗം എന്നിവയിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഏലവും കുരുമുളകും ഗ്രാമ്പുവും ജാതിയുമെല്ലാം സമൃദ്ധമായി വിളവെടുക്കുന്ന സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാടായ ഇടുക്കിയിൽ ആപ്പിൾ കൃഷിയിൽ വിജയം വരിക്കുകയാണ് ഒരു കർഷകൻ. ചുട്ടുപൊള്ളുന്ന വേനലിന്റെ കാഠിന്യത്തിൽ കാർഷിക മേഖല നിലം പതിക്കുമ്പോഴും വേനൽ ചൂടിനോട് പൊരുതി തന്റെ കൃഷിയെ സമൃദ്ധിയിലേക്ക് എത്തിക്കുകയാണ് എഴുകുമ്പയിൽ സ്വദേശിയായ കളപ്പുരയ്ക്കൽ ബിജു. ചുട്ടുപൊള്ളുന്ന വേനൽ ചൂടിൽ ഇടുക്കി ജില്ലയിലെ കാർഷിക മേഖലയാകെ കരിഞ്ഞുണങ്ങുകയാണ്. ഈ കൊടും ചൂടിലും ആപ്പിൾ കൃഷിയിൽ വേറിട്ട മാതൃക സൃഷ്ടിക്കുകയാണ് കളപ്പുരയ്ക്കൽ ബിജുമോൻ. ശൈത്യമേഖലയിൽ ഉണ്ടാകുന്ന ആപ്പിൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമോ എന്ന ചോദ്യം തന്റെ തോട്ടത്തിൽ ആപ്പിൾ കൃഷി ആരംഭിച്ചപ്പോൾ എഴുകുംവയൽ സ്വദേശി കളപ്പുരയ്ക്കൽ ബിജുമോൻ നിരവധി തവണ അഭിമുഖീകരിച്ചതാണ്. ഈ ചോദ്യം ചോദിച്ചവർക്കും സംശയം പ്രകടിപ്പിച്ചവർക്കുമുള്ള മറുപടിയാണ് വിളവെടുക്കാറായ ഈ ആപ്പിളുകൾ. മെയ് മാസം മുതൽ ഓഗസ്റ്റ് വരെയാണ് ആപ്പിളിന്റെ സീസൺ. പക്ഷേ 45 ഡിഗ്രി ചൂടിൽ 365 ദിവസവും ബിജുമോന്റെ മിറാക്കിൾ ഫാമിലെ ആപ്പിൾ ചെടികളിൽ കായ്കളുണ്ടാവും. ട്രോപ്പിക്കൽ സ്വീറ്റ്, സമ്മർ സോൺ, അന്ന, ഡോർസെറ്റ് ഗോൾഡൻ എന്നിവയാണ് ആപ്പിളിലെ വെറൈറ്റികൾ. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിലേക്ക് ഇവിടെ നിന്നും ആപ്പിൾ ചെടികൾ അയക്കുന്നുണ്ട്. ചിട്ടയാർന്നതും ലളിതവുമായ പരിപാലനത്തിലൂടെ മികച്ച വിളവ് നേടാനാകുമെന്ന് ബിജു പറയുന്നു. ചൂട് കാലാവസ്ഥ നല്ല 45 ഡിഗ്രി വരെ ചൂടിലുണ്ടാവും. മാത്രമല്ല വെള്ളം കിട്ടി നിൽക്കുന്ന സ്ഥലത്ത് വയ്ക്കാൻ പാടില്ല. പിന്നെ ഞങ്ങളിപ്പോൾ എയർപോർട്ട് എന്ന് പറയുന്ന പോട്ട് ഞങ്ങളൊരു ചട്ടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അത് ഒരു ടെക്നോളജിയാണ് വിദേശ രാജ്യങ്ങളുടെ. പക്ഷെ അത് എയർ ഹോളാണ്, എയർ സർക്കുലേഷനുള്ള ഒരു ഫുൾ ഹോളാണ്. മാത്രമല്ല അതൊരു ടെക്നോളജിയാണ്. ആ ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത് ഈ റൂട്ട് പ്രൂണിങ് നടക്കും. എന്ന് പറഞ്ഞാൽ വേരുകൾ ഡീഹൈഡ്രേഷൻ, നിർജ്ജലീകരണത്തിലൂടെ കട്ടായിക്കൊണ്ട് പുതിയ മൾട്ടി റൂട്ടുകൾ ഉണ്ടാവും. സൂക്ഷ്മജീവികൾ അതിനകത്ത് പെരുകും. എയറേഷൻ മസ്റ്റാണ്, വെള്ളം കെട്ടി നിൽക്കുക. അങ്ങനെ വരുമ്പോൾ ഇതിന് ഞങ്ങൾ ചെയ്യുന്ന ഒരു മെത്തേഡ്, മണ്ണിൽ വെച്ചാൽ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്, കായ്ക്കും. വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് ആപ്പിൾ വയ്ക്കാതിരിക്കുക. വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണെങ്കിൽ ഈ എയർപോർട്ട് എന്ന് പറയുന്ന ഞങ്ങളുടെ പോട്ട് ഉപയോഗിച്ച് പൊക്കി വെച്ചിട്ട് അതിനകത്ത് വയ്ക്കുക. പിന്നെ ഒരു ഏലത്തിന് കൊടുക്കുന്ന ഒരു പരിചരണമൊക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ കൊടുക്കണം. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് ചൂട് കാലാവസ്ഥയിൽ പരിചരണം കുറച്ച് മതി. ഫംഗസ് കുറവുണ്ട്. ഹ്യൂമിഡിറ്റി ഉള്ളിടത്ത് നല്ല ആരോഗ്യത്തോടെ വളരുന്നുണ്ട്. മഴക്കാലത്ത് ഒരു ഫംഗിസൈഡ് സൂഡോമോണസ് കൊടുക്കുക. അതുപോലെ തന്നെ മിത്ര കുമിളുകൾ ഉള്ള സ്പ്രേ കൊടുക്കുക. പിന്നെ ഞാൻ പറയുന്ന വേസ്റ്റ് ഡീകമ്പോസ്റ്റ് ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ ആണ് തോന്നുന്നത്, WDC. അത് ശർക്കരയിൽ മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ പെട്ടെന്ന് വളവെടുക്കും, സൂക്ഷ്മജീവികൾ പെരുകും, ചെടി ആരോഗ്യമായിരിക്കും. 50 രൂപയുള്ള അതിന് ചാർജ്. അതൊക്കെ സിമ്പിളായിട്ട് കൃഷി ചെയ്യാൻ പറ്റും.
പിന്നെ ഇവിടെ വരുന്നവർക്ക് കൃഷി രീതികൾ പരിചയപ്പെടുത്തുന്നുണ്ട്. വാട്സപ്പ് വഴി ഞങ്ങൾ അതെല്ലാം കൊടുക്കും. യൂട്യൂബ് വഴിയാണെങ്കിലും ജനങ്ങളോട് ഇതിൻ്റെ കൃഷി പരിചയപ്പെടുത്തുന്നുണ്ട്. ഗുണമേന്മയുള്ള ഗ്രാഫ്റ്റ് തൈകൾ ഫാമിൽ എത്തിച്ച് ആവശ്യമായ വളപ്രയോഗവും പരിചരണവും നടത്തിയാണ് കൃഷി. ഏത് കാലാവസ്ഥയിലും കായ്ഫലം ഉറപ്പുവരുത്തിയതോടെ ഗ്രാഫ്റ്റ് തൈകളുടെ വിൽപ്പനയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ആപ്പിളിന് പുറമെ ഓറഞ്ച്, കിവി, ചെറി, മുന്തിരി, പേര, പ്ലം, പീച്ച, പിയർ, അത്തി, ആപ്രിക്കോട്ട്, ട്രോയൽ ഹെവൻ തുടങ്ങി പഴവർഗ്ഗങ്ങളുടെ വലിയ ശേഖരവും ഇവിടെയുണ്ട്. കർഷകോത്തമ ഉൾപ്പെടെ 3 സംസ്ഥാന അവാർഡുകളും മറ്റു പുരസ്കാരങ്ങളും ബിജുവിനെ തേടിയെത്തിയിട്ടുണ്ട്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. വണ്ടൻമേട് മാസ് എന്റർപ്രൈസസ് ഏലക്കാലേല വിവരം. ആകലൂട്ട് 271, വിൽപ്പനയ്ക്ക് വന്നത് 91,031, വിൽപ്പന നടന്നത് 90,546, കൂടിയ വില 3,092, ശരാശരി വില 2,006. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 575 രൂപ, ഏലം കൂടിയ വില 1,850, ഏലം ശരാശരി വില 1,400. കാപ്പിപ്പരിപ്പ് 335, ഗ്രാമ്പു 925, കൊക്കോ 240, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണ്ണം ഗ്രാമിന് 6,615 രൂപ, വെള്ളി 86. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര പദ്ധതികൾ കേരളം പേരുമാറ്റി നടപ്പിലാക്കുന്നുവെന്ന് NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ. കേന്ദ്രത്തിന്റെ പദ്ധതികൾ പലതും ജനങ്ങൾ അറിയുന്നില്ല. അത് കൃത്യമായി പറഞ്ഞു നൽകേണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിന് ശ്രമിക്കാറില്ലെന്നും സംഗീത വിശ്വനാഥൻ. വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ പരമാവധി ഇടങ്ങളിൽ പര്യടനം നടത്തി വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിൽ ഇടുക്കിയിലെ സ്ഥാനാർത്ഥികൾ. പ്രധാന നേതാക്കൾ പങ്കെടുക്കുന്ന പൊതുയോഗങ്ങളും റോഡ് ഷോകളും എല്ലാം കൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ ഉഷാറിൽ. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും എത്തിയ 10,000-കണക്കിന് ഭക്തരുടെയും സഞ്ചാരികളുടെയും സാന്നിധ്യത്തിൽ ചരിത്ര പ്രസിദ്ധമായ മംഗളാദേവി ക്ഷേത്രത്തിലെ ചിത്രാപൗർണമി ഉത്സവം ആഘോഷിച്ചു. പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന കണ്ണകി ക്ഷേത്രത്തിലെ ഉത്സവം നടത്തിയത് കേരളവും തമിഴ്നാടും സംയുക്തമായി. ജപ്തി നടപടികൾക്കിടെ വീട്ടമ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ബാങ്കിനും പോലീസിനുമെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം. നടപടിക്ക് നേതൃത്വം നൽകിയ ബാങ്ക് ജീവനക്കാരി ഷീബയെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചെന്ന് ആരോപണം. പൊള്ളലേറ്റ ഷീബയെ രക്ഷിക്കാൻ പോലീസിന്റെ സഹായം ലഭിച്ചില്ലെന്നും കുടുംബം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.